ഹലോ ഗായ്സ്. അപ്പം ഇന്നെന്താ സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചിക്ക് ചെമ്പൈ സംഗീതോത്സവത്തിന് പാടാൻ കിട്ടിയേക്കുവാണ്. അപ്പം ഞങ്ങളെല്ലാം കൂടി ഗുരുവായൂർ പോവാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ഞാനൊരു വ്ലോഗ് പോലെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാമെന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ സംഭവം. അപ്പം വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണുക. നമ്മളാണെങ്കിൽ ആക്ച്വലി ട്രെയിനിൽ പോകാനാണ് ഇരുന്നത്, പക്ഷേ ടിക്കറ്റ് കിട്ടിയില്ല. അതുകൊണ്ട് ഇനി ബസ്സിലാണ് ഗൈസ് പോകുന്നത്. ഒരു 10 മണി 11 മണിയൊക്കെ ആകുമ്പം ഇറങ്ങാമെന്നൊരു പ്ലാനിങ്ങിലാണ് ഇരിക്കുന്നത്. നമ്മുടെ വീട്ടിലെ കാര്യമല്ലേ. അപ്പം പിന്നെ 8 മണി എന്ന് പറയുന്നത് 10 മണിയാവും, 10 മണി എന്ന് പറയുന്നത് 11 മണിയാവും. എന്തായാലും നോക്കാം. എന്തായാലും ചേച്ചിക്ക് പാടാൻ കിട്ടിയ സമയം എന്ന് പറയുന്നത് ചൊവ്വാഴ്ച ഒരു 4 മണി അടുപ്പിച്ചാണ് പറഞ്ഞേക്കുന്നത്. 10 മിനിറ്റ് എങ്ങാണ്ടാണ് ടോട്ടൽ ടൈമും. ഞാനാണെങ്കിൽ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഈ ഒരു സംഭവമാണ് എൻ്റെ ഔട്ട്ഫിറ്റായിട്ട് വരുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞാൻ സെലക്ട് ചെയ്തൊരു ഡ്രസ്സാണ്. കണ്ടോ, കൃഷ്ണനൊക്കെ ഉണ്ടില്ലേ, കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഞാൻ തന്നെ പറയുകയാണ്, നമുക്കിത് ഇട്ട് കഴിയുമ്പോൾ അറിയാം എങ്ങനെയുണ്ടെന്ന്. ശരിക്കും പറയാനാണെങ്കിൽ ഞാൻ ഗുരുവായൂർ പോകുന്ന കാര്യത്തിൽ ഓവർ എക്സൈറ്റഡ് ആണ് കേട്ടോ. കാരണം ഞാൻ ഇതിനു മുമ്പ് ഗുരുവായൂർ പോയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് 3-2 വയസ്സുള്ളപ്പോഴാണ് ഗൈസ് എൻ്റെ വീട്ടിൽ നിന്ന് ഗുരുവായൂർ പോകുന്നത്. പിന്നെ എനിക്കിപ്പോൾ 10-20 വയസ്സാവാറായി. ഇപ്പോഴാണ് ഞാൻ ഗുരുവായൂർ വീണ്ടും കാണാൻ പോകുന്നത്. അതുകൊണ്ട് കൃഷ്ണനെ കാണാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ ഈ സമയം ഭയങ്കര തിരക്കാന്നൊക്കെയാണ് പറയുന്നത്. അവിടെ എന്തൊക്കെയോ സംഭവം നടക്കുകയാണല്ലോ. അതുകൊണ്ട് അതല്ല ചെമ്പൈ സംഗീതോത്സവമൊക്കെ ഇപ്പം നടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇതായിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ ബസ്സിൽ പോകുന്ന കാര്യം ആലോചിക്കുമ്പോൾ മാത്രമുള്ളൊരു ഇതേ ഉള്ളൂ. ബാക്കിയെല്ലാം ഓക്കെയാണ്. നമുക്ക് കൃഷ്ണനെ പോയി കണ്ടിട്ട് വരാം. ശബ്ദവും ഞാൻ കാണിക്കുന്നതും തമ്മിൽ യാതൊരുവിധ ബന്ധവും കാണത്തില്ല. കാരണം നമ്മൾ വീഡിയോ എടുത്ത സമയത്ത് അങ്ങനെ ആയിപ്പോയി ഗൈസ്. അങ്ങനെ ട്രെയിനിൽ പോകാനൊക്കെ പ്ലാനിട്ട് ഭണ്ഡാരം അടങ്ങി ചീറ്റിപ്പോയി. ബസ്സിൽ പോകാനായിട്ട് പ്ലാനിട്ട് ഭണ്ഡാരം അടങ്ങാൻ ചീറ്റിപ്പോയി. പിന്നെ നമ്മൾ ട്രെയിനിലാണ് പോയത്. പിന്നെ ഒരു നീണ്ട കാത്തിരിപ്പായിരുന്നു ട്രെയിൻ വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നോക്കിയിരുന്നൊരു സമയമായപ്പോൾ നമ്മുടെ ട്രെയിനൊക്കെ വന്ന്. ഈ ഒരു സാധനം ഞാനവിടെ തമ്പാനൂർ കണ്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പ്ലാസ്റ്റിക് വെച്ച് ഒക്കെ ചെയ്തൊരു സാധനം. പിന്നെ നമ്മളാണെങ്കിൽ നമ്മുടെ ട്രെയിനിൽ കയറിയപ്പോഴത്തേക്കും ഈ കൊലയിപ്പോൾ ഇവിടുന്ന് കാവടിത്തുള്ളി പോയപ്പോഴേ എനിക്കറിയായിരുന്നു ഇങ്ങനെയൊക്കെ ആകുമെന്ന്. പിന്നെ നമ്മളൊരു വിധത്തിൽ രാവിലെയാണ് അവിടെ ചെന്നത്. ഒന്നിനും സമയങ്ങളില്ല, നേരെ പോയി കുളിച്ചൊരുങ്ങി ഇതായിരുന്നു. എനിക്ക് മുല്ലപ്പൂ കിട്ടിയല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ച് അരുളിയും തുളസിയൊക്കെ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് എന്തായാലും ഒരുങ്ങിയപ്പോൾ എനിക്കെന്നെ സൂപ്പറായിട്ട് തോന്നിക്കണ്ടേ. എങ്ങനെയുണ്ട് ഫിറ്റ്? ഞാൻ പറഞ്ഞില്ലേ, സംഭവം അടിപൊളിയായിരുന്നു. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ചേച്ചി ചേട്ടനൊക്കെ ആണെങ്കിൽ അവർക്ക് പാടാനുണ്ടായത് കൊണ്ട് നേരത്തെ അവിടെ ചെന്നിരുന്നു. നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ പഴയിടം എന്ന് പറഞ്ഞൊരു ഇവിടെ കയറിയിട്ട് മസാല ദോശയായിരുന്നു കഴിച്ചത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഗുരുവായൂർ വന്ന് നല്ല വെയിറ്റിംഗ് ആയിരുന്നു കൃഷ്ണനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അളിയൻ എൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്കൊക്കെ തൂക്കിട്ടായിരുന്നു എനിക്ക് ഭ്രാന്താന്നുള്ള രീതിയിൽ. പിന്നെ ഹോട്ടലിലോട്ട് വന്നതാണ്. അവിടെ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നടന്ന് കണ്ടോ, ഇത് ഏകദേശം ഉച്ചയായി. ഈ സമയമായപ്പം കൃഷ്ണനെ കണ്ടിട്ട് ഇറങ്ങി. പിന്നെ ചേച്ചിയുടെ പാടിൻ്റെ സമയമായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ ഒന്നും കൂടി പോയി ഫ്രഷായി ഒന്ന് മേക്ക് ഓവറൊക്കെ നടത്തിയിട്ട് വന്നു. നേരത്തെ കഴിഞ്ഞ ക്ലിപ്പിൽ കണ്ടല്ലോ എൻ്റെ കോലം എന്തുമായിരുന്നെന്ന്. പിന്നെ ഞാൻ പോയി ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി. പിന്നെ ഞാൻ കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ പോയപ്പോഴാണ് ഈ ഒരു സംഭവം ഞാൻ കണ്ടത്. എനിക്ക് ഒരുപാട് അങ്ങോട്ട് ഇഷ്ടമായി. കൃഷ്ണൻ്റെ ഒരുപാട് കുഞ്ഞു പ്രതിമകളും ഒക്കെ ഉള്ളൊരു കട. നല്ല രസമുണ്ടായിരുന്നു. ഞാനൊന്ന് ബാക്ക് ചെയ്തു കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ ഞങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെ പുറത്തിറങ്ങുമ്പോൾ ഉള്ളൊരു ആർട്ടായത് എനിക്കാണെങ്കിൽ അതും ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഇവിടെ വീഡിയോ എടുക്കുന്നത് നിരോധിച്ചെന്നാണെങ്കിൽ ഇവിടെ എടുക്കുന്നതിന് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഞാനും ഇങ്ങനെ നടന്ന് ചുറ്റും ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ കടകളുണ്ട്. അത് നമുക്ക് ഇവിടെ നമ്മുടെ ഗുരുവായൂരപ്പനെ കാണാൻ പറ്റും. പിന്നെ ആണെങ്കിൽ പിന്നെയും തിരിച്ചു വരേണ്ടി വന്നു ഗൈസ്. കാരണം ഞാൻ റൂം കൂട്ടാൻ ഞാനായിരുന്നു ലാസ്റ്റ് ഇറങ്ങിയത്. കണ്ടോ, എൻ്റെ കൈ ചാവി ഇരിക്കുന്നുണ്ട്. പിന്നെ അത് കൂട്ടിയിട്ട് ഞാൻ പിന്നെയും ഇറങ്ങി. വഴി അങ്ങ് കൺഫ്യൂഷനായി പോയായിരുന്നു. ഇതാണ് അകത്തോട്ട് പോകുന്നത് സംഭവം. ഇവിടെ നല്ല ഒരു ആനയൊക്കെ അമ്പലത്തിൻ്റെ അവിടെ ചെല്ലുന്നത്. പക്ഷെ എനിക്കങ്ങനെ കൺഫ്യൂഷനായി പോയി. സ്റ്റേ ചെയ്തിരുന്ന കഥയായിരുന്നു. ഇവിടെ കയറുമ്പോഴേ നമുക്കുണ്ട്. എനിക്കാണെങ്കിൽ ഈ വഴി കാണുമ്പം ഞാൻ കാണിച്ചു തരാം. ഈ വഴി സത്യം പറഞ്ഞാൽ ഓർമ്മ വരുന്നത് ഇങ്ങനെ നടക്കുമ്പം മറ്റേ നന്ദന സിനിമയ്ക്കകത്ത്
നവ്യ നായർ ഈ വഴിയായിരുന്നു ഓടിയത്. എനിക്കതാ സത്യം പറഞ്ഞാൽ ഓർമ്മ വരുന്നത്. കണ്ട, ഈ വഴിയാണ് എനിക്കതാണ് ഓർമ്മ വരുന്നത്. നമ്മൾ ഈ ഗുരുവായൂർ ഇങ്ങനെ നടയിൽ കൂടെ നടക്കുമ്പം കേൾക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ സൗണ്ടാണ് ഞാൻ നിങ്ങളെ കുറച്ച് മുമ്പ് കേൾപ്പിച്ചത്. അതിലും അടിപൊളി സൗണ്ട് അവിടെ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മളാണെങ്കിൽ അത്രയും നാളുണ്ടായിരുന്ന ടെൻഷനും കാര്യങ്ങളും എല്ലാം അവിടെ ചെന്ന് ഇറക്കി വെക്കാൻ പറ്റും കേട്ടോ. നമ്മൾ അവിടെ പിന്നെ ഗുരുവായൂരപ്പൻ്റെ ഒരാളായി മാറുന്ന പോലൊരു സംഭവമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഈ ഒരു മരം കാണാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഒരുപാട് റീലിലും കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ കണ്ട് അത് കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ ആ മേലെ ഒന്നും മറച്ചിട്ടൊന്നുമില്ല. അത് കാണുമ്പോഴേ എന്തോ ഒരു രസമായിട്ടുള്ളൊരു സാധനമായിട്ട് എനിക്ക് തോന്നിയത്. അങ്ങനെ ഞാനവിടെ റൗണ്ട് അടിച്ചുകൊണ്ടിരുന്ന സമയം കൊണ്ട് ചേച്ചിയുടെ പാട്ടായിരുന്നു കേട്ടോ. ചേച്ചിയുടെ പാട്ട് നിങ്ങൾ തന്നെ കേട്ട് നോക്കിക്കോ. അങ്ങനെ ചേച്ചിയുടെ പാട്ടൊക്കെ കഴിഞ്ഞു. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. എൻ്റെ ചേച്ചിയുടെ പാടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ബസ്സിന് സമയം പെട്ടെന്ന് തന്നെ ബസ്സിന് സമയമായിരുന്നു. കാരണം പിറ്റേ ദിവസം എനിക്ക് എക്സാമാണ്. അങ്ങനെ എക്സാം എഴുതുന്നതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ സ്റ്റേ ഒന്നും ചെയ്തില്ല. ചേച്ചി ചേട്ടനും അവിടെ നിന്നു. നമുക്ക് ഞാനും പപ്പയും മമ്മിയും പെട്ടെന്ന് തന്നെ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. ചേട്ടനും ഉണ്ടായിരുന്നു കൂടെ. അങ്ങനെ പിന്നെ നേരെ ഹോട്ടലിൽ പോയി. ഇത് കാര്യമാക്കണ്ട, ഇത് എൻ്റെ ഓരോരോ അഭിപ്രായം. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു പോകാനുള്ള പുറപ്പാടായിരുന്നു. ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇടാവേ.